അപ്പം ഇനിയും തുടരും ലാലേട്ടന്റെ ട്രെയിലർ പക്ഷേ ആ തുടരുമല്ല, ലാലേട്ടന്റെ കംബാക്ക് തുടരും. വണക്കം വണക്കം വണക്കം. എന്ത് പ്രതീക്ഷ എന്താ? ഫ്രണ്ട്സ്, അങ്ങനെ ഈ നൂറ്റാണ്ടിന്റെ ഇന്ത്യൻ സിനിമയുടെ ലോക സിനിമയുടെ മഹാത്ഭുതമായിട്ട് കണ്ട എമ്പുരാൻ എന്ന സിനിമ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പൊ രാവിലെ തൊട്ടേ നിങ്ങൾ റിവ്യൂസ് ഒക്കെ കേട്ടല്ലോ. പടം എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഫാൻസ് എല്ലാം കമന്റ് ബോക്സിലൊക്കെ വൻ അഭിപ്രായമാണ്. ഇതിന് നെഗറ്റീവ് വന്ന ആൾക്കാർ നെഗറ്റീവ് കൊണ്ട് പറഞ്ഞതിന് നമ്മളെ മമ്മൂക്ക ഫാൻസ് ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ എമ്പുരാൻ കണ്ടു കഴിഞ്ഞു, കണ്ടിറങ്ങി അതിന്റെ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ കാണാൻ പറ്റും. ഞങ്ങൾ 5 പേരാണ് സിനിമ കാണാൻ വന്നത്. പക്ഷെ ഞങ്ങളിപ്പോ 3 പേരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 2 ഉറക്കം വന്നു പോയതല്ല. ആ 2 പേര് മോഹൻലാൽ ഡൈഹാർഡ് ഫാൻസ് ആയിരുന്നു. പക്ഷെ അവര് സിനിമ കഴിയാൻ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. അവർ പോയി റിവ്യൂ പറയുമ്പോൾ നിന്നില്ല അവരുടെ. അപ്പൊ ഈ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒന്നും ഭയങ്കര വിമർശിച്ചുകൂടാന്നൊക്കെ പറയുന്നുണ്ട്. മലയാളത്തിന്റെ പ്രശാന്ത് നീലോ പൃഥ്വിരാജിനെ പറയുന്നത്. പൃഥ്വിരാജ് തന്നെയാണോ ഇത് ഡയറക്ട് ചെയ്തതെന്ന് തന്നെ സംശയം തോന്നിപ്പോയി. തുടക്കം എന്താണ്, ലൈക്കയല്ലേ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ലൈക്കയെ പറ്റിക്കാനായിട്ടൊരു ബ്രഹ്മാണ്ഡ പടം ഒന്ന് കാണിച്ച് എന്താണ് അന്റാർട്ടിക്ക, അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ ഇതെല്ലാം കാണിച്ചു വന്ന് തുടങ്ങി. അപ്പോഴത്തേക്കും ലൈക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഒരു പടം കൂടി കഴിഞ്ഞ് പൂട്ടാൻ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ പൈസയൊക്കെ പോയപ്പോഴത്തേക്കും പതിവ് ഒരു ബോളിവുഡ് പാൻ മസാല പരിപാടിയാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് എത്തിയപ്പോഴേക്കും. അങ്ങനെയാണ് ശരിക്കും പടം കണ്ടപ്പോൾ തോന്നിയത്. ഇതിന്റെ മുരളി ഗോപിനാണ് സ്ക്രിപ്റ്റിന് സംശയമുണ്ട്. എന്ന് വെച്ചാല് പണ്ട് കാലത്ത് കണ്ടുവരുന്ന ആ സെയിം സാധനം തന്നെ. വില്ലനോട് ദേഷ്യം തോന്നാൻ വേണ്ടി കാണിക്കുന്ന എന്താണ് ഇപ്പോഴും സ്ത്രീകളോടുള്ള റേപ്പും കുട്ടികളുടെ വയലൻസ് എല്ലാം തുടക്കത്തിലെ കാണിച്ചാൽ അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്താണ് ഇവര് കാണിച്ചു വെക്കുന്നത്? എന്നിട്ട് അതിനുശേഷം മോഹൻലാലിനുണ്ടാവും. നമ്മൾ വിചാരിക്കും നമുക്കൊരു ആ ഒരു രോമാഞ്ച ഗൂസ്ബംസ് മൊമെന്റ്സ്. ഇത് സാധാരണ സിമ്പിളായിട്ട് പറഞ്ഞാൽ കുറെ പടക്കം പൊട്ടിച്ചിട്ട് ഒരാൾ നടന്നു വരത്തില്ലേ. കുറെ ട്രോളൊക്കെ കണ്ടു. എമ്പുരാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കുമ്പോൾ ഫാൻസ് ഒക്കെ പറയുന്നത് 1-2 സീൻ കൊള്ളാം. അതിൽ ഇൻട്രോയുടെ കാര്യം എല്ലാം പറഞ്ഞു. ഈ ഇൻട്രോ പറഞ്ഞവര് ഇതിൽ നല്ല ഇൻട്രോ ഈ നീലക്കുയിൽ പോലൊക്കെ ടീംസ് ഉണ്ടല്ലോ. ഈ മോഹൻലാൽ കൊച്ചിയിൽ അവിടെ ഇവിടെയൊക്കെ വന്നിറങ്ങുമ്പോൾ വീഡിയോ എടുത്തിട്ട് BGM ഇട്ടെടുക്കും. അത് കണ്ട ഇതിലും രോമാഞ്ചം വരുമെന്നാണ് എനിക്ക് തോന്നിയത്. ശരിക്കും തിയേറ്ററിൽ ലാലേട്ടൻ എന്നുള്ളൊരു ലാലേട്ടനെ കുറെ നേരമായിട്ട് കാണുന്നില്ല. കാണിച്ചപ്പോൾ ഉള്ളൊരു കൈയടി, അല്ലാതെ ഇൻട്രോയ്ക്കുള്ള കൈയടിയൊന്നും അല്ല. അതിൻ്റെ ഇടയ്ക്കുള്ള BGM പറഞ്ഞു വിടല്ല. ഈ എമ്പുരാൻ എന്നുള്ള സിനിമ ആ സിനിമയായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ലൂസിഫറിലെ ആ കടവുളെ പോലെ ആ ഒരു സാധനം, പിന്നെ മറ്റുള്ള ഡയലോഗ്സ്, തന്ത റെഫറൻസ് അതെല്ലാം മാത്രം കണ്ട. അല്ലാതെ ഈ സിനിമയായിട്ടൊന്നും തരാനോ നമുക്ക് ഓർത്തിരിക്കാനോ ഒന്നുമില്ല ഈ സിനിമയ്ക്കകത്തുനിന്ന്. അപ്പൊ 11:30 ഇതാണ് കേട്ടോ. 1 തിയേറ്ററിൽ ഫാൻസ് എല്ലാം വൻ സെറ്റപ്പിലിരിക്കുകയാണ്. പക്ഷെ ലാലേട്ടൻ വന്നതിന് ശേഷം കയ്യടിയും ഇല്ല, അനക്കവും ഇല്ല. ലാസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി പടത്തിന്റെ പടം എങ്ങോട്ടാ പോകുന്നത്. പിന്നെ എല്ലാരും തിയേറ്ററിൽ കൗണ്ടർ അടിച്ചേക്കിരുന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ഇതിൽ പിറ്റേന്ന് വെച്ചാൽ ആന്റണി പെരുമാറിന്റെ സീനുണ്ട്. എന്തിനാണ് എന്തോ പുള്ളിക്കാരൻ ചെക്കപ്പ് എടുക്കുന്നത്. ഇന്ദ്രജിത്തിന്റെ തലവേദന ഉണ്ടോ, ഹൃദ്രോഗം ഉണ്ടോ. അപ്പൊ സംഭവം ഇതൊരു പൊളിറ്റിക്കൽ പടമാണ്. അതിനെ ഒരു ഇന്റർനാഷണൽ മാസ് മസാല ഐറ്റം ആക്കിയിട്ട് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അവരെ പ്രതികാര കഥയാവുന്ന എന്തുള്ളൂ. പൃഥ്വിരാജിന് പണി അറിയാം എന്ന് നമ്മളെയൊക്കെ ഒരുപാട് തെളിയിച്ചതാണ്. അത് കാണിക്കാനായിട്ട് പുള്ളി കുറെ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂലൊക്കെ ഭയങ്കര ബാറ്റ്മാനെ പോലെ ബാറ്റ്മാൻ സീനിലില്ലെങ്കിലും ഓറയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനെ കൊണ്ട് മറ്റേ മെഴുക് പ്രതിമയിൽ കോട്ടിട്ട പോലെ ഒരു നിർത്തലുണ്ട്. പുള്ളിക്ക് എക്സ്പ്രഷനും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ശരിക്കും ലാലേട്ടൻ ഫാൻസൊക്കെ ഇത് കണ്ടിട്ട് എങ്ങനെ ഇവര് ഫാൻ ഷോയ്ക്കൊക്കെ ആസ്വദിച്ച് കണ്ടു എന്നുള്ളൊരു കാര്യമാണ്. ആകെ ലാലേട്ടൻ മുണ്ടെടുത്ത് ബ്ലാക്ക് ഷർട്ടി മുണ്ടെടുത്ത് ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ ഒരു രോമാഞ്ചം വരുമല്ലോ. ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ബാക്ക് ഷോട്ടും അതെല്ലാം വെച്ചിട്ട്. പിന്നെ അതും കോമഡി ആക്കിയെന്ന് വെച്ചാൽ കാട്ടിൽ തീ പിടിച്ചിരിക്കുമ്പോൾ ഒരു ഫൈറ്റ് സീനുണ്ട്. കാല് രണ്ടും അവിടെ അനങ്ങാതെ വെച്ചിട്ട് റോബോട്ടിക് ക്യാമറ എന്ന് തോന്നുന്നു. പിന്നെ ഈ സിനിമ 3 മണിക്കൂറുണ്ട്. അതിൽ 1/2 മണിക്കൂർ സ്ലോ മോഷനാണ്. ഈ ഇന്നത്തെ കാലത്ത് ഈ സ്ലോ മോഷനും ഇതെല്ലാം വിട്ട് വരുവാണ്. അപ്പോഴും ഇവര് പ്രാചീന കാലത്തിലോട്ട് പോയിട്ട് സ്ലോ മോഷൻ എല്ലാം തിരിച്ചു കൊണ്ടുവരണം. പിന്നെ കാണാൻ എനിക്കൊരു പരിധിയില്ലേ ഈ സ്ലോ മോഷനൊക്കെ. സംഭവം ഇത് ലൂസിഫർ ചെയ്തപ്പം വൻ പരിപാടിയായിരുന്നു. കടവുളെ പോലെ BGM ഒക്കെ ഇട്ട് അതുപോലെ ഒന്ന് പിടിക്കാൻ ഇതിൽ നോക്കിയതാണ്. ശിഷ്യനും കൂടെയുള്ള ഫൈറ്റ്, മോഹൻലാൽ അടിക്കുന്ന മറ്റേ ട്യൂഷൻ സെന്ററിലെ മാഷമാര് പിള്ളേരെ അടിക്കത്തില്ലേ, അതേപോലെ ഫൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് അവസാനം. ശരിക്കും ക്ലൈമാക്സിലെ ക്യാമിയോ മാത്രം നമ്മൾ ഇത്രയും ക്യാമിയോ അതിന്റെ പേര് പറയാം. സോഷ്യൽ മീഡിയ മുഴുവൻ സ്പോയിലർ പറയുന്നവർക്ക് 10 എന്താ സ്പോയിലർ പറയുമ്പോൾ ആൾക്കാർ അറിയണ്ട. നടന്റെ പേര് അറിയത്തില്ല. ആൾക്കാർക്ക് വായി തന്നിരിക്കും ഇത് ആരാന്നുള്ള രീതിയിൽ തന്നെ. ശരിക്കും സ്ക്രീനിൽ എഴുതി വന്ന ഗോകുലം ഗോപാലിന് വരെ കയ്യടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയും ക്യാമിയോ വന്ന അയാൾ വന്നപ്പോഴത്തേക്കും ആൾക്കാർ ഉറങ്ങി. സത്യം പറഞ്ഞ ആരുടെ ഇവനൊക്കെ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ. അവസാനം നമുക്ക് അറിയാം ഇതാ കാണിക്കാൻ, നമുക്ക് അറിയാം ഒരു ക്യാമിയോ, നമുക്ക് അറിയാം ഇത് തന്നെയാണെന്ന് അറിയാം.
എന്തിനോ വേണ്ടി. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാല് എന്താണ് എടുത്തു പറയാൻ വേണ്ടി പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അത് പൃഥ്വിരാജിന്റെ ഡയറക്റ്റ് തോന്നുന്നു പുള്ളിക്കാരൻ ഇന്റർവ്യൂ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒരു ഓർത്തിരിക്കാവുന്ന ഒന്നുമില്ല, നല്ല ബിജിഎം ഇല്ല, ഒരു നല്ല സീനില്ല. പിന്നെ കുറേമാര് പറയുന്ന കിട്ടും മറ്റേ കാട്ടിലെ ഫൈറ്റ് സീനും അത് ഇതൊക്കെ കൊള്ളാന്നൊക്കെ. അതും ഫസ്റ്റ് ലാലേട്ടൻ മാത്രം കൊള്ളാം, ലാലേട്ടൻ അത് നിൽക്കുന്നോണ്ട് മാത്രം കൊള്ളാം, വേറെ ഒന്നും കൊള്ളില്ല. അതോ കഷ്ടപ്പെട്ട് അത് സ്പൂൺ ഫീഡ് ചെയ്യുന്ന എല്ല് റെഫറൻസ് എല്ലായിടത്തും എല്ല് റെഫറൻസ്. തീ കത്തുമ്പോൾ എവിടെ വരുന്നു അവിടെ എല്ലാം കഷ്ടപ്പെട്ടില്ല. എന്നാ എല്ല് കണ്ടോ ഇതൊക്കെയാണ് ഗൂസ്ബംസ് സാധനമാണെന്നാണ് പോയി കഴിഞ്ഞാൽ ഉടനെ എല്ല് കാണിക്കും. അതാണ് സിനിമയുടെ എന്നാലും പാവം മുരളി ഗോപിയൊക്കെ ഇന്റർവ്യൂലൊക്കെ വന്ന് വൻ തള്ളൊക്കെ തള്ളി വെച്ചിരുന്നതാണ്. അഗ്നിപർവ്വതം എരിഞ്ഞു നിൽക്കുന്ന ആളാണിത്. ഇത് കണ്ടപ്പോ ലൂസിഫർ കൂടി കോമഡി പീസാക്കുന്ന രീതിയിലാക്കി കളഞ്ഞു. എന്നാലും സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആണ് ഏറ്റവും വലുത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഒരു ആവറേജ് എങ്കിലും സംഭവം കാണുമെന്ന് വിചാരിച്ചത്, പക്ഷെ അത് ആവറേജിന്റെ താഴെ പോയി ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് വീണ്ടും കണ്ടിരിക്കാൻ പടത്തില്. അപ്പൊ മൊത്തത്തില് വൻ വൈബൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് അവസാനം ആൾക്കാര് കൗണ്ടറൊക്കെ അടിച്ച് കാണാൻ പറ്റിയ നല്ല സിനിമ തന്നെയാണത്. എന്തായാലും ആൾക്കാർ ടിക്കറ്റ് എടുത്ത് പോയില്ല. അതുകൊണ്ട് ഇനി ഒരാഴ്ചത്തെ ഷോ ഒക്കെ ഹൗസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് എല്ലാരും വിഷമിക്കണ്ട, എല്ലാവർക്കും എൻജോയ് ചെയ്യാം. പിന്നെ ഡയലോഗ്സിനെ പറ്റി പറഞ്ഞ നാടകീയത എനിക്ക് വലിയ നല്ല നാടകീയത. അത് ലൂസിഫറിലെ ആ ഡയലോഗ് തന്നെ. പിന്നെ ഇച്ചിരി ഇതായി പോയിട്ട് മറ്റേ പാതിരാത്രി പള്ളി സെമിത്തേരി ഇരുന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാണ് എന്തോ നാടക ഡയലോഗ് എന്ന് പറയുന്ന പോലെയൊക്കെ. അപ്പം എന്നുവെച്ചാൽ ഇമ്പാക്ട് ഉണ്ടാക്കില്ല ഈ സിനിമ, അത്രേ ഉള്ളൂ. ചുരുക്കം പറയാൻ അല്ല, മൊത്തത്തിൽ പറഞ്ഞാൽ എന്തൊക്കെയോ ആക്കാൻ ശ്രമിച്ച് അവസാനം അടപടലം പോയ ഒരു പടമായി പോയി. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാം നിങ്ങൾക്ക് കാണാം. പാൻ വേൾഡ് സിനിമ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം വന്നപ്പോഴത്തേക്കും സാധാ സ്ഥിരം സ്റ്റോറിയാണ്. പ്രതികാരവും ഒരു ഗുണ്ട, രണ്ട് ഐഡന്റിറ്റി ഉള്ള ഗുണ്ട, അത് ഇന്റർനാഷണൽ ലെവലിൽ എടുത്തു വെച്ചിരിക്കുന്നു. എന്നാലും പൃഥ്വിരാജിന് ആ ലാലേട്ടനെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് ഇടയ്ക്കൊരു മറ്റേ സ്വെറ്റർ പോലത്തെ ഒരു കോട്ടൊക്കെ ഇടും. എന്റെ പൊന്നെ, ഒരു കോമാളി സെറ്റപ്പ് എന്ന് വെച്ചാൽ കോമാളി. മറ്റേ അവാർഡ് നൈറ്റിനൊക്കെ പോയിട്ടില് ലാലേട്ടൻ വേഷം കിട്ടിയിട്ടില്ല, ആറാട്ടിലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ആൾക്കാർ തിയേറ്ററിൽ ചിരിച്ചിരുന്നാണ് കണ്ടത്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലാലേട്ടൻ ഇത്രയും ഹൈപ്പിലൊക്കെ വന്നിട്ട് വീണ്ടും കോമഡി പീസായ ഒരു ചരിത്ര സംഭവം കൂടി ആയിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ഈ സിനിമയെ ബാധിക്കത്തില്ല. കാരണം അത്രത്തോളം ഫാൻസും എല്ലാരും കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ ഇന്ന് മമ്മൂക്ക ഫാൻ. ഞങ്ങള് റിവ്യൂ എടുത്തതെന്ന് വെച്ചാല് ഫാൻ ഷോ അല്ല തിയേറ്റർ എടുത്തത്. ഞങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ നോർമൽ ഓഡിയൻസ് രാവിലെ 6 മണിയുടെ ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന റെസ്പോൺസ് ആണ് ഞങ്ങൾ എടുത്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഇപ്പം മമ്മൂക്ക ഫാനാണ്. ഇനി ബറോസിന് നെഗറ്റീവ് വരുമ്പോഴത്തേക്കും തിരിച്ച് മോഹൻലാൽ ഫാൻ ആവുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനലിൽ മാത്രമേ കേരളത്തിൽ നെഗറ്റീവ് വന്നുള്ളൂ പറഞ്ഞുള്ളൂ. അപ്പോൾ സത്യസന്ധമായിട്ട് ഫാൻസൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനലിൽ മാത്രമേ ഉള്ളൂ. വേറെ തിയേറ്ററിലൊക്കെ വേറെ പ്രിന്റ് ആണോ ഇട്ടത് അതൊന്നും അറിയാൻ വയ്യ. അപ്പൊ എന്തായാലും ഇതാണ് കാത്തിരുന്ന് കിട്ടിയ എമ്പുരാന്റെ അവസ്ഥ. അപ്പൊ ഇനിയൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. രാവിലെ ഉറക്കമൊഴിച്ച ഫാൻസിന് വേണ്ടി ഒരു നിമിഷം നിശബ്ദ മൗനം ആചരിക്കുന്നു. അപ്പം ഇനിയും തുടരും ലാലേട്ടന്റെ ട്രെയിലർ പക്ഷേ തുടരുമല്ല, ലാലേട്ടന്റെ കംബാക്ക് തുടരും. അപ്പൊ ഇനി എത്ര സിനിമകളുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഇനിയിപ്പോ അടുത്ത സിനിമയിൽ പൃഥ്വിരാജ് ഇതെല്ലാം നമ്മൾ മറക്കും. പൃഥ്വിരാജ് വന്ന് ഇംഗ്ലീഷിൽ 2 കാച്ചൊക്കെ കാച്ചി ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ സിനിമ പേജ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, അവന്മാര് BGM ഒക്കെ ഇട്ട് അതൊക്കെ എടുത്തിടും. അതൊക്കെ അപ്പോഴത്തേക്കും ഇതെല്ലാം മറന്ന് L3ക്ക് ഇതിലും വലിയ ഹൈപ്പായിരിക്കും. ഇനി ഡ്രാഗന്റെ മുതലയുടെ ഒക്കെ പുറകെ കുറേമാര് ഹൈപ്പ് ഉണ്ടാക്കി പോവും. എന്തായാലും അതുപോലും ഇല്ലെന്ന് പറഞ്ഞപ്പോ അത് സത്യത്തിൽ ആൾക്കാരെ പച്ചയ്ക്ക് പറ്റിക്കലാണ് കേട്ടോ. ഇവർക്കറിയാം ഇങ്ങനൊരു ക്യാരക്ടർ കൊണ്ട് ഒന്നും ഈ സിനിമയിൽ ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. നമ്മൾ നെഗറ്റീവ് പറഞ്ഞാലാണ് കുഴപ്പം. നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നു, സിനിമയെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായിട്ട് പറയാണ്. നമ്മൾ ഫാൻ ബോയ് അങ്ങനെ ഭയങ്കര അന്തം ഫാനും കാര്യങ്ങളും ഒന്നുമില്ല. സിനിമയുടെ രീതി കണ്ട് പറയുന്നു. അപ്പോൾ അതൊക്കെയാണ് എമ്പുരാന്റെ അവസ്ഥ. കണ്ടവർ നിങ്ങളുടെ ജെന്യുവിൻ അഭിപ്രായങ്ങൾ പറയുക. ഇനി ഇഷ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടോളൂ. കണ്ടവർ ടിക്കറ്റ് എടുത്തവർ എന്തായാലും പോയി കാണും. അപ്പം അടുത്തൊരു വീട്ടിൽ കാണാം. ബൈ.